നവീകരണത്തിനായാണ് വായ്പ എടുത്തതെന്ന് മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ. അദ്ദേഹത്തിന്റെ വീടിന് ജപ്തി ഭീഷണിയിലെന്നുള്ള വാർത്ത വന്നിരുന്നു. അതിലാണ് പ്രതികരണം. തിരിച്ചടവ് നടക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതിനുള്ള സ്രോതസ് ഉണ്ടായിരുന്നില്ല. വ്യക്തിപരമായി തന്നെ വിഷയം പരിഹരിക്കാൻ നോക്കുന്നുവെന്നും MK മുനീർ പ്രതികരിച്ചു. പാർട്ടിയിൽ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഞാൻ ഒറ്റക്കാണല്ലോ എൻ്റെ കാരണക്കാരൻ. പാർട്ടി സഹായിച്ചില്ലേ? അത് ഞാൻ അങ്ങനെ ചോദിക്കാറില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ ചോദിക്കായിരുന്നു. ഇത് അടക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ പലതും നോക്കിയിരുന്നു. പക്ഷേ എന്തെങ്കിലും വഴിയുണ്ടാവും എന്ന് വിചാരിക്കുക. നമ്മളിതുവരെ ആരെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും മാർഗങ്ങളുണ്ടാവും. നേതൃത്വമൊക്കെ വിളിച്ചിരുന്നു എന്നെ. പക്ഷെ ഞാനങ്ങനെ എന്നെ സഹായിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അത് പാർട്ടിയോട് അങ്ങനെ പറയുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഓരോ വ്യക്തികളും ഉണ്ടാക്കി വെക്കുന്ന ബാധ്യതകൾ മുഴുവൻ പാർട്ടി ഏറ്റെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പാർട്ടിയോട് എന്തോ മനോഹരമായി കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ളതാണ്. CHന്റെ വീടാണ്, CH ഉണ്ടാക്കിയ വീടാണ്. MK മുനീറിന്റെ വീടാണ് ഇപ്പോൾ ജപ്തി ഭീഷണി. 31-ാം തീയതി, മാർച്ച് 31-ാം തീയതിക്കുള്ളിൽ പണം അടയ്ക്കണം എന്നുള്ളതാണ് ബാങ്കിന്റെ നിർദ്ദേശം എന്ന് പറയുന്നത്. ഇത് നേരത്തെ ലീഗ് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ നമ്മളോട് സംസാരിച്ചിരുന്നു. ഷഹീദുമായി നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ ഈ ബാധ്യത അത് പാർട്ടി മുസ്ലിം ലീഗ് ഏറ്റെടുക്കുമെന്നും വളരെ പെട്ടെന്ന് തന്നെ തീർക്കുമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത്.